പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നലത്തെ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആ 3 ഗോളുകളും നേടുമ്പോൾ അതിന് 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ലൂണ തന്നെയായിരുന്നു. ഒരു ക്യാപ്റ്റൻ എന്താണ് ഒരു മത്സരത്തിൽ ചെയ്യേണ്ടത്, അത് ഇന്നലത്തെ മത്സരത്തിൽ ലൂണ ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഇന്നലെ മികച്ച പ്രകടനം തന്നെ ലൂണ നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്നലെ 3 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് നേടിയപ്പോൾ അത് 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് ലൂണയാണെന്ന് പറയുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്. നമുക്ക് നമ്മുടെ പഴയ ആ ലൂണയെ തിരിച്ചു കിട്ടിയെന്നൊരു ഫീലാണ് ഇന്നലത്തെ മത്സരം കണ്ടപ്പോൾ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ലഭിച്ചത്. ഇനിയുള്ള മത്സരത്തിലും ലൂണയ്ക്ക് ആ മികച്ച പ്രകടനം തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം ലൂണ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെയോട് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. നമ്മുടെ ചാനൽ 10K എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബ്സ് മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലിൽ നിന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ലൂണ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുകയും അതുപോലെ തന്നെ പ്ലേ ഓഫിലേക്ക് മുന്നേറുകയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള ലക്ഷ്യം എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ലൂണ ആദ്യമായി പറഞ്ഞൊരു കാര്യം. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ചില താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് ചേക്കേറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കിരീടങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് ചേക്കേറുന്നത്. എന്നാൽ ഞാൻ ഇവിടെ തന്നെ തുടരും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പടിയിറങ്ങുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടിത്തന്നിട്ടായിരിക്കും എന്നതാണ് ഇപ്പോൾ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ വെളിപ്പെടുത്തുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടിക്കൊടുത്തിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പടിയിറങ്ങും അദ്ദേഹം എന്നാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അദ്ദേഹം ഊരുന്നത് അത് ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടി തന്നിട്ടായിരിക്കും. എന്തായാലും ഇങ്ങനെയുള്ള ഒരു നായകനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലഭിച്ചത് അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഭാഗ്യം തന്നെയാണ്. ഇനി ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു നായകനെ ലഭിക്കില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു വജ്രായുധം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയാൻ ലൂണ എന്ന് തന്നെ പറയേണ്ടി വരും.